വേണ്ടി മലയാള സിനിമകൾ തിയേറ്ററിലെ മോശം പ്രതികരണങ്ങൾ കാരണം എവിടെയോ തങ്ങി നിൽക്കുകയാണ്. ബോസ് ആൻഡ് കോ 2 വർഷമായിട്ടും ഒരു OTT പ്ലാറ്റ്ഫോമിലും എത്തിയിട്ടില്ല. നിവിൻ പോളി ആരാധകർ ഇപ്പോഴും ആ ചിത്രത്തിന്റെ OTT റിലീസിന് കാത്തിരിക്കുകയാണ്. മകനെ മടങ്ങി വരൂ എന്ന് കുട്ടന്റെ അച്ഛൻ. എന്നാലും എന്തായിരിക്കും ബോസ് വരാത്തതിന്റെ ശരിക്കും കാരണം? അതാലോചിച്ച് സമയം കളയാതെ നമുക്ക് ബിസിനസ് ഉറപ്പിക്കാം. അതേ വർഷം പുറത്തിറങ്ങിയ സിനിമയാണ് ദിലീപ് നായകനായി എത്തിയ ബാന്ദ്ര. ഇടയ്ക്ക് എനിക്ക് മറവി വരും, അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ. ഞങ്ങൾ ഇനി അവന് വേണ്ടി കാത്തിരിക്കണോ? ദിലീപിന്റെ തന്നെ അടുത്ത വർഷം പുറത്തിറങ്ങിയ തങ്കമണിക്കും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. 2025 തമിഴ് സൂപ്പർ ഡയറക്ടർ ഗൗതം വാസുദേവ് മേനോൻ മമ്മൂട്ടിയെ നായകനാക്കി മലയാളത്തിൽ ഒരുക്കിയ ഒരിക്കൽ ആമസോൺ പ്രൈമിൽ എത്തുന്നു എന്ന രീതിയിൽ ചില വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും ഇതുവരെ എവിടെയും ചിത്രം എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ കൂടെ ബസൂക്ക തിയേറ്ററിൽ മികച്ച വിജയം നേടാനാകാതെ പോയെങ്കിലും OTTയിൽ എത്തിയാൽ വ്യത്യസ്തമായ പ്രതികരണം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ദൈവമേ, ഒന്നും ഒരു ചായ കുടിച്ചും പോടാവേ വിളിച്ചത് കേട്ടോ. ചിത്രം C5-ൽ എത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും ഒരു പ്ലാറ്റ്ഫോമിലും ബസൂക്ക റിലീസ് ചെയ്തിട്ടില്ല. അല്ല, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്നാൽ OTTയിൽ ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ കാണാം. ഇത്രയും പേർക്ക് അകത്ത് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ 1-2 എണ്ണത്തിനെ നമ്മുടെ റൂമിൽ കിടത്താം. വേണ്ടേ. സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയ കഥ കൊറേയൊക്കെ കേട്ട് കാണുമില്ലയോ? കേട്ടിരിക്കണു. എന്നതാ കേട്ടിരിക്കുന്നേ. 4 കോടി രൂപയ്ക്ക് ബഡ്ജറ്റ് ഇട്ട് തുടങ്ങി 20 കോടി രൂപയ്ക്ക് തീർത്ത പടം. അദ്ദേഹം പറയണേ, ഈ ഡയറക്ടർ പറഞ്ഞു ഞാനും എന്റെ കൂട്ടുകാരൊക്കെ ഹാപ്പിയാണ്. കുഞ്ഞമ്മിണീസ് ഹോസ്പിറ്റൽ ഞാൻ കണ്ടതാ സാറേ. കാഥികൻ ID ദി ഫേക്ക് വന്നിട്ടുണ്ട്. ആ ജീൻസിന്റെ 3 പേര് ഫ്രണ്ടിൽ കയറിക്കോ, ഒരാൾ ബാക്കിൽ കയറിക്കോ. സ്ഥലമില്ലാണ്ട വേണ്ട കിളി വേണ്ടേ. ഞാൻ പണ്ടുപോലെ എങ്ങനെയാ, ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ് വരെ പോയി. എന്തായാലും കുട്ടന്റെ അച്ഛൻ വിചാരിക്കണത് ഒക്കെ മാതൃഭൂമിയുടെ പവറാ എന്നാണ്.